അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഫൈസൽ ബാക്കവി ഒടോമ്പറ്റ. ഒരു പള്ളിയുടെ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ പെരുമ്പുല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ ഒരു പള്ളിയുണ്ട്, ജുമാഅത്ത് പള്ളിയാണ്. ഇത് നമ്മൾ ഈ റോഡിനോട് ചാരിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പള്ളി ഉള്ളത്. പള്ളിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കൊരു നല്ല ഒരാളുടെ സഹായത്തോടെ ഇവിടെ ഈ പള്ളി ഒന്ന് പുതുക്കി പണിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത്, ഒരുപാട് ആളുകൾ പള്ളി കയറ്റി കൊടുക്കുന്നവരുണ്ട്. നമ്മൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണും. നമ്മൾ വിളിക്കുമ്പോഴത്തിന് അവർ പഴയ പള്ളികൾ ഏറ്റെടുത്തിട്ടുണ്ടാവും, വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളവരിലേക്ക് എത്തുമ്പോഴേക്ക് സമയം വൈകുകയാണ്. ഇവിടെ പള്ളിയുടെ വിശദമായ വിവരം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, ജുമാഅത്ത് പള്ളിയാണ്. 150ഓളം വീടുകൾ ഇതിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ എടുത്ത് ആധുനികമായ സൗകര്യത്തോടു കൂടി ഒരു പള്ളി കയറ്റാൻ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടും, ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന ഈ ചുമരടക്കങ്ങൾ കാണാം, 5 സെൻറ്റ് സ്ഥലമാണത്. ഇതന്നെയാണ് ഇതിൻ്റെ അതിര്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം, ഈ പള്ളിയുടെ സ്ഥലം, ഈ തൊടുവിൻ്റെ ഉടമസ്ഥർ നമുക്ക് വിട്ട് തന്നിട്ട് ഇപ്പോൾ ചുറ്റുഭാഗവും 10 സെൻറ്റ് സ്ഥലം ഇപ്പോൾ പള്ളിക്കുണ്ട്. അപ്പോൾ ഈ പള്ളി ആദ്യം നമുക്ക് പണിതപ്പോൾ 5 സെൻറ്റിൽ ഒതുക്കിക്കൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ നിർമ്മിച്ചൊരു പള്ളിയാണ്. ജുമാക്കൊക്കെ 300ഓളം ആളുകൾ ജുമാക്ക് കൂടുന്ന പള്ളിയാണ്. 300ഓളം ആളുകളുണ്ട്. പക്ഷെ അവിടുത്തെ പള്ളിയിലാകെ 60 ആളുകളെ മാക്സിമം കൂടുതലുള്ളൂ. അതിനൊരു കാരണം കൂടി ഉണ്ട്. അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇത് ബാത്റൂമാണ്. ഇവിടെ ഈ പള്ളി കയറ്റാൻ ഇത്ര സൗകര്യമുള്ളൂ, കാരണം 5 സെൻറ്റിലെല്ലാം ഒതുക്കണമല്ലോ. അപ്പോൾ ഈ സ്ഥലം, ഇപ്പോൾ ഈ മാന്തി കിടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കിട്ടി, പള്ളിയിലേക്ക് കിട്ടി. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഉപയോഗപ്പെടുത്തി വിശാലമായൊരു പള്ളി ഈ മഹല്ലത്തുകാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള, അള്ളാഹു സാമ്പത്തികമായി സഹായിച്ച, അനുഗ്രഹങ്ങൾ കിട്ടിയ പല ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്, വിദേശികളായ അറബികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് അത് സാധ്യമാവുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. 97 47 62 0118 എന്ന നമ്പറിൽ ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് വലിയ സഹായമായിരിക്കും. ഇതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ബാത്റൂം, 2 ബാത്റൂമാണ് ഇതിൽ, 3 ഉള്ളത്, പിന്നെ ഒരു കക്കൂസും. ഇത് ഇപ്പോൾ മൂത്രമൊഴിക്കണതിന് പള്ളിൻ്റെ ചുമരുമൊക്കെ അത്രേ ഇവിടെ സ്ഥലമുള്ളൂ. ഈ സ്ഥലം വളരെ അന്നത്തെ എൻജിനീയർ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് 5 സെൻറ്റിൽ ഒതുക്കിയ പള്ളിയാണ്. 300 ആളുകൾക്ക് നിസ്കരിക്കുമാണല്ലോ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ വലിയ അനുഗ്രഹമായി. പക്ഷെ ഇപ്പോൾ നമുക്ക് പള്ളി കയറ്റാൻ വേണ്ടി കുറേ സൗദികൾ ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവരൊക്കെ പള്ളികൾ വേറെ കയറ്റി കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്തതും മറ്റതൊക്കെ ആയിട്ട് ഇതുവരെ ഒന്നും സാധ്യമായിട്ടില്ല. ഇതാണ് നമ്മൾ പള്ളിൻ്റെ ഫ്രണ്ട് വശം. മുകൾ വശമൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അത് തൽക്കാലം ചോർച്ചില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ സീറ്റ് ഇട്ടിരിക്കണം. ഇത് റോഡാണ്. റോട്ടിൽ നിന്ന് കയറുന്നത് തന്നെ 2 സ്റ്റെപ്പ് വെച്ചാൽ പിന്നെ നിസ്കരിക്കുന്നിടത്തേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ പള്ളി എവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ പള്ളി റോട്ടിൽ നിന്ന് കയറുന്നതിന് നിസ്കരിക്കുന്ന സ്ഥലത്ത് അത്രയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ജമാഅത്തൊക്കെ നടക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു കാര്യം, അന്ന് നമ്മൾ 5 സെൻറ്റ് സ്ഥലത്ത്
പരമാവധി ഒതുക്കി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ കിബിലയിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം റോട്ടിലേക്ക് പോകും, മുൻവശത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ പരമാവധി ഒതുക്കി ഉണ്ടാക്കിയത് കൊണ്ട് ഇപ്പോൾ മിഹ്റാബ് കിടക്കുന്നത്, മിഹ്റാബിലുള്ള മുസല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം തെറ്റിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത്രയും തെറ്റിയാൽ പോരാ. ഇപ്പോൾ നമ്മളെ സൊഫ് ഒന്നാമത്തെ സൊഫാണ്. അപ്പോൾ ഈ സൊഫ് നിൽക്കുന്ന രൂപങ്ങൾക്കറിയാം, പള്ളിക്കനുസരിച്ചല്ല സൊഫുള്ളത്, ഒക്കെ പിന്നെ ചെരിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പള്ളിയിൽ നിന്ന് വലത്തോട്ട് നല്ല ഒരു തിരിയൽ കിബിലയിലേക്ക് തിരിയണം. അപ്പോൾ നമ്മൾ ജമാഅത്ത് നടക്കുമ്പോൾ ആ തിരിയലൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഇതിനുള്ളിൽ പരമാവധി ഒരു 50-50 ആളുകളെ ഒതുക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ മുന്നിലൊക്കെ ഒരുപാട് സ്പേസ് പോകുന്നുണ്ട്. ഇവിടെ ഒന്നും നിസ്കരിക്കാൻ കഴിയില്ല ഇമാമിൻ്റെ കൂടെ തുടരുമ്പോൾ. ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യമാണ് ഈ നാട്ടിൽ നല്ലൊരു പള്ളി, ആധുനിക സൗകര്യത്തോടു കൂടി ഒരു പള്ളി ഇവിടെ അത്യാവശ്യമാണ്. ജുമാക്കൊക്കെ 100-300 ആളുകൾ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ. പള്ളിൻ്റെ മുകൾ ഭാഗം നമുക്കറിയാം, മുകൾ ഭാഗത്തൊക്കെ വെള്ളിയാഴ്ചയും പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്ന സ്ഥലമാണ് മുകൾ ഭാഗം. അതാണിത് ചോർച്ച, പള്ളിൻ്റെ ഉള്ളിൽ വശമാണ് ഇപ്പോൾ ഈ കാണുന്നത്, ചോർന്ന് ഒലിച്ച്. ഇതാണ് മുകൾ ഭാഗം. ചൂട് കാലത്ത് ഇവിടെ ഇരിക്കില്ല, ഒന്ന് ആസ്പെറ്റോസിൻ്റെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വേനലിലോ റമദാനിലൊക്കെ. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇവിടെയൊക്കെ യുവാക്കളൊക്കെ വെള്ളിയാഴ്ച നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യമാണ് എന്ന് ഈ പള്ളി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നല്ല മനസ്സരായിട്ടുള്ള സാമ്പത്തികമായി ഉയർന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടാവും. അവരിലേക്കൊന്ന് അയച്ചു കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 97 47 62 0118 നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ നമ്മൾ പരിസരത്തുള്ള സ്ഥലത്തിൽ നിന്നൊക്കെ കിട്ടിയ സ്ഥലമൊക്കെ ഉപയോഗപ്പെടുത്തി മനോഹരമായൊരു പള്ളി ഈ നാട്ടിൽ നിർമ്മിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ദീനീ സ്നേഹികളായ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.